നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറ്റിപ്പുറത്ത് കഴിഞ്ഞ ദിവസം നടന്ന സ്വകാര്യ ബസ് അപകടം ഗൗരവതരമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ സീരിയസ് ഇമർഷൻ സൈറ്റായി മാറ്റുന്നതിന്റെ ഭാഗമായി നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ടീം അംഗങ്ങൾ നടത്തറ പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. CMPയുടെ 41ാമത് ജന്മവാർഷിക ദിനാചരണ സംസ്ഥാന കൺവെൻഷൻ തൃശൂരിൽ മന്ത്രി CP ജോർജ് ഉദ്ഘാടനം ചെയ്തു. മറ്റാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ പുന്നമ്പറമ്പ് സെന്റ് ജോസഫ് കുടുംബ കൂട്ടായ്മ വാർഷികം ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കുറ്റിപ്പുറം അപകടം അന്വേഷണം നടക്കുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോസ്റ്റ് ക്രാഷ് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കരുത്. കർശനമായ വേഗനിയന്ത്രണം ഈ മഴക്കാലത്ത് നടത്തണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടിയെടുക്കും. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ അപകടത്തെ സർക്കാർ കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. സാധാരണ ബസ്സുകളല്ല KSRTC ബസ്സുകൾ വാടകയ്ക്ക് എടുക്കുവാൻ തീരുമാനിക്കുന്നത്. ഓണവും ശബരിമല സീസണും മുൻകൂട്ടി കണ്ട് ലക്ഷറി ബസ്സുകളാണ് വാടകയ്ക്കെടുക്കുക. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകളാകും തെരഞ്ഞെടുക്കുക. ദിവസ വാടക തന്നെ വാഹനങ്ങൾക്ക് കൊടുക്കുവാൻ സർക്കാർ തയ്യാറാണ്. MLAമാർ ഫണ്ടിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റികളുടെയും ഫണ്ടിൽ നിന്നും വാഹനങ്ങൾ വാങ്ങി നൽകുവാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. അപകടത്തിന്റെ അപ്ഡേഷൻ സീരിയസ് മാറ്ററാണ്. അതായത് ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസ് ആവുന്നതിന് പുറമെ ഒരു 5 day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേര്. വിത്തിൻ 5 days ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമായിപ്പോയി. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിലത്തെ പ്രോബ്ലംസ് അറിയാൻ പറ്റും. എന്തായാലും അതിനെ ആവർത്തിക്കരുത്. ഇന്നിപ്പോൾ ഇവിടുത്തെ RTO മലപ്പുറവും തൃശ്ശൂരുമുള്ള RTOയോട് തന്നെ കണ്ടിരുന്നു. അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട് കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം ഗവർണർമാരുണ്ടെന്നാണ് പുറത്ത്. സ്പീഡ് ഗവർണർ വേണം. അപ്പോൾ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികളെടുക്കും. ഇപ്പോൾ ഈ ഹൈവേയിൽ സ്പീഡ് കൂട്ടാമെന്നുള്ളതിൻ്റെ പേരിൽ അവർ പലപ്പോഴും ഹൈവേ കൂടെ പോവുകയാണ്, താഴെയുള്ള റോഡിൽ കൂടെ പോകുന്നില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്കൊരു ഡിസിഷൻ ആവശ്യമുണ്ട്. എന്തായാലും വളരെ ഗൗരവത്തോടെ ഗവൺമെൻറ് കാണുന്നുണ്ട്. അത്രയാണ് അതിനെക്കുറിച്ച്. ഈ KSRTCയുമായി ബന്ധപ്പെട്ട ചോദ്യം, ഏതാണ്ട് 2000-ലധികം ബസ്സുകൾ ഈ പിൻവലിക്കാൻ പോകുന്നത്, കാലാവധി കഴിഞ്ഞ് പിൻവലിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വന്നു. അതിൽ തന്നെ 1200-ലധികം ബസ്സുകൾ ഈ വരുന്ന സെപ്റ്റംബറിൽ പിൻവലിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ സാഹചര്യത്തിൽ അതായത് ഇനി ഇപ്പോൾ പുതിയ ബസ്സുകൾ കടമെടുക്കുക, അതായത് വാടകയ്ക്ക് എടുക്കുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ അത് സാധിക്കുമോ, അല്ലെങ്കിൽ KSRTC അതൊരു വലിയ തരത്തിലേക്കുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ ഈ ഒരു സാഹചര്യത്തിൽ? ഇതെല്ലാം ഇപ്പോൾ താങ്കളുടെ ചോദ്യങ്ങളെല്ലാം അല്പം കൂട്ടിക്കുഴയ്ക്കപ്പെട്ടതാണ്, ദൗർഭാഗ്യവശാൽ. ഇതിൽ നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ബസ്സുകളല്ല. ഇപ്പോൾ ഓണം വെക്കേഷനും അതേപോലെ തന്നെ ശബരിമലയും പ്രമാണിച്ച് നമുക്ക് കുറച്ച് നല്ല ബസ്സുകൾ, നമ്മൾ ലക്ഷറി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നതിന്, ആ വണ്ടികളുടെ എണ്ണത്തിൽ നമുക്ക് കുറവുണ്ട്. ഞാൻ ഇന്നലെ കണ്ണൂരിൽ പറഞ്ഞത് ഒരൽപ്പം ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത്തരം ബസ്സുകളുടെ സ്റ്റോക്ക് വളരെ കുറവാണ്. അടുത്ത കാലത്ത് കുറച്ച് ബസ്സുകൾ മാത്രമേ നമ്മൾ സ്റ്റോക്കിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ സീരിയസ് ഇമർഷൻ സൈറ്റായി മാറ്റുന്നതിന്റെ ഭാഗമായി നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ടീം അംഗങ്ങൾ നടത്തറ പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. നാഷണൽ പ്രോഗ്രാം മാനേജർ മെഹമ്മദ് ഹസൻ, നാഷണൽ റിസോഴ്സ് പേഴ്സൺ രാജേന്ദ്ര പ്രസാദ് എന്നിവരാണ് കുടുംബശ്രീ സീരിയസ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ നടത്തറ പഞ്ചായത്തിലെത്തിയത്. പഞ്ചായത്തിലെത്തിയ അംഗങ്ങളെ ഭരണസമിതിയും സീരിയസ് സംഘങ്ങളും ചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു. സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ നിഷാന്ത്, അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ മാത്യു, ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് കെ ദീപക് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു.
CDS ഭാരവാഹികൾ വിവിധ മേഖലകളിൽ തങ്ങൾ നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. തുടർന്ന് CDS അംഗങ്ങളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിൽ ADS അയൽക്കൂട്ട അംഗങ്ങളുമായും ആശയവിനിമയം നടത്തി. CDSന്റെ മികച്ച പ്രവർത്തനങ്ങളും ലഭിച്ച പുരസ്കാരങ്ങൾ കാണുകയും ഭരണസമിതിയെ അഭിനന്ദിക്കുകയും ചെയ്ത ശേഷമാണ് സംഘം മടങ്ങിയത്. എല്ലാ അംഗങ്ങളിലും இந்த ஸ்டேஷன் மார்க்கெட்டில் இந்த CDS எப்படி தனது பணியை இம்ப்ரூவ் செய்யும் அதை தெரிஞ்சுக்கலாம். அதை கற்றுக்கொள்ள வந்து പോലീസിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീകളിൽ ഘട്ടമൊന്നാണ് നമ്മുടെ നടത്തറ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീ. എല്ലാവിധ പ്രവർത്തനങ്ങളും ഏകോപിച്ചുകൊണ്ട് മികച്ച രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന കുടുംബശ്രീ എന്നതിൻ്റെ പേരിൽ നടത്തറ ഗ്രാമപഞ്ചായത്തിൽ തന്നെ നടത്തറ കുടുംബശ്രീയെ കുറിച്ച് വലിയ മതിപ്പും അതുപോലെ ഏറ്റവും വലിയ പ്രവർത്തനമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം തന്നെയാണ് നമ്മുടെ കുടുംബശ്രീ. അതിനാദ്യം തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ആദ്യം തന്നെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മികച്ച രീതിയിൽ എല്ലാം കൊണ്ടും അതിപ്പോൾ ഏത് മേഖലയ്ക്കായിക്കോട്ടെ, സ്വയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതായാലും അത് വിറ്റഴിക്കുന്നതിനായാലും അതുപോലെ സ്വയം തൊഴിൽ കണ്ടെത്തുക, എല്ലാ മേഖലകളിലും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു കുടുംബശ്രീ എന്ന പേരിൽ നമ്മുടെ നടത്തറ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീക്ക് എന്നും അഭിമാനിക്കാം. അതിലെ അംഗങ്ങളാവാൻ കഴിഞ്ഞ ഓരോ ആളുകൾക്കും വ്യക്തിപരമായിട്ട് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നടത്തറ കുടുംബശ്രീയിലെ CDS അംഗം. ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കുമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഉൽപ്പന്നവും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സത്യവുമാണ് CMP എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ CP ജോൺ പറഞ്ഞു. CMPയുടെ 41ാമത് ജന്മവാർഷിക ദിനാചരണ സംസ്ഥാന കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 40 വർഷം കൊണ്ട് CMP കരുത്തായ ഒരു പ്രസ്ഥാനമായി മാറിയപ്പോൾ ഇന്ന് CPMന്റെ സ്ഥിതി എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ലോകത്ത് വലതുപക്ഷ ശക്തികൾ മുന്നോട്ടു പോകുമ്പോൾ ഇടതുപക്ഷ ശക്തികൾ താഴോട്ടു പോകുന്നു. എന്നാൽ വലതുപക്ഷ ശക്തികളുടെ വിജയം എന്നേക്കുമായിട്ടുള്ളതല്ല. ന്യൂ തിങ്ക് സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ദാരിദ്ര്യം അവസാനിപ്പിക്കുവാനുള്ള ഉപകരണമായി ഈ ഗവൺമെന്റിനെ നാം മാറ്റിയെടുക്കണമെന്നും കഴിഞ്ഞ 10 വർഷക്കാലം കേരളം റെഡ് മാഫിയയുടെ കീഴിലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി വന്നതോടുകൂടി പട്ടിണി മാറി പാവപ്പെട്ട സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടുവെന്നും ഇന്ത്യയിൽ BJPയുടെ മുന്നേറ്റത്തിന്റെ കൗണ്ട്ഡൗൺ ആരംഭിച്ചിരിക്കുകയാണെന്നും CP ജോൺ അഭിപ്രായപ്പെട്ടു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷനിൽ സംസ്ഥാന സെക്രട്ടറി CA അജീർ അധ്യക്ഷത വഹിച്ചു. ദേശീയ സോഷ്യലിസ്റ്റ് നേതാവ് യോഗേന്ദ്ര യാദവ് മുഖ്യപ്രഭാഷണം നടത്തി. CMP സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ, കമ്മീഷൻ അംഗം PRN നമ്പീശൻ, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വികാസ് ചക്രപാണി, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. Leading that movement and guiding the new socialist, progressive, communist platform, genuine platform, which is not at all pretentious. While they are in opposition, some people have some line of struggle, and when they are in power, they are always anti-strike, always they were working like strike breakers. So I welcome Comrade Yogindra Yadav. അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള VK രവീന്ദ്രൻ, ഇവിടെ എത്തിച്ചേരുന്ന MLA രാജൻ പല്ലൻ, അതുപോലെ തന്നെ MLA ആയിട്ടുള്ള തോമസ് ഉണ്ണിയാടൻ, A റഷീദ്, T സന്തോഷ്, TV ചന്ദ്രമോഹൻ, സഖാവ് ജോബി MP, നമ്മുടെ പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള MP സാജു, കൃഷ്ണൻ കോട്ടുമല, സഖാവ് സുരേഷ് ബാബു, സഖാവ് വിജയകൃഷ്ണൻ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ഈയിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുമായി കടന്നു വന്നിട്ടുള്ള PK ശശി ex-MLA. പക്ഷെ അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും, ഞങ്ങൾ തമ്മിലുള്ള പരിചയത്തിന് ഏതാണ്ട് അരനൂറ്റാണ്ടായി. എന്നാൽ ഞങ്ങൾക്കാണെങ്കിൽ പ്രായം കുറഞ്ഞുകൊണ്ടേ വരികയാണ്. ജനറൽ സെക്രട്ടറി ആയിരുന്ന EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, മതബന്ധമുള്ള രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതബന്ധമുള്ള രാഷ്ട്രീയ കക്ഷികളെ ഇടതുപക്ഷ കക്ഷികൾ അവരുടെ കൂടെ കൂട്ടുന്നത് കൊണ്ടാണ്
ഹിന്ദുത്വ ശക്തികൾ ഈ രാജ്യത്ത് വേരോടിക്കുന്നത്. അതിനുദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് 1984 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഞാൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവനന്തപുരം ഈസ്റ്റിൽ BJPയുടെ രൂപീകരണത്തിന് മുമ്പുണ്ടായിരുന്ന ഹിന്ദു മുന്നണി 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു, 1ാം സ്ഥാനത്തല്ല. അതിൻ്റെ കാരണം അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി നമ്മുടെ മുന്നണിയിൽ ഉണ്ടായതുകൊണ്ടാണ് എന്ന് അദ്ദേഹം ഒരു തീസിസ് അവതരിപ്പിക്കുകയുണ്ടായി. കട്ടിളപ്പുവം ഗ്രാമത്തിലെ കുട്ടികളെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ സരോജിനി ആശാത്തിയുടെ നിര്യാണത്തെ തുടർന്ന് കട്ടിളപ്പുവം ഗ്രാമീണ വായനശാലയിൽ അനുസ്മരണ യോഗം ചേർന്നു. വായനശാല പ്രസിഡന്റ് AA ചാക്കോയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജോൺസൺ മല്ലിയത്ത്, ഷിജോ വള്ളിയാട്ടിൽ, വായനശാല രക്ഷാധികാരി PD മാത്യു, ഷെൽബി ടീച്ചർ, ജിബു കൊട്ടാരത്തിൽ, ജോൺസൺ മല്ലിയത്ത് തുടങ്ങിയവർ അനുസ്മരണ സന്ദേശം നൽകി. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ പുന്നമ്പറമ്പ് സെന്റ് ജോസഫ് കുടുംബ കൂട്ടായ്മ വാർഷികം ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബാബു തേർമടം അധ്യക്ഷത വഹിച്ചു. മദർ സിസ്റ്റർ സെലസ്റ്റി, സിസ്റ്റർ ജിൻസി മരിയ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോജു എലവത്തിങ്കൽ, ട്രസ്റ്റി ജോൺ കലിയേൽ, തോമസ് പുത്തൂർ, ഡേവിസ് പാണേങ്കാടൻ, ക്രിസ്റ്റോ ചെറുവത്തൂർ, ലിയ ഷിബിൻ, ഡേവിസ് സക്കറിയേൽ, മിനി മനോജ്, സോണിയ പോൾ, യേശുദാസ് പുത്തിരി തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും പ്രായം ചെന്ന ദമ്പതികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. ായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോ നമ്മള് ബാബുച്ചേട്ടൻ പറഞ്ഞതുപോലെ 3 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു വാർഷികാഘോഷം നടത്തുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഒരുങ്ങിയിട്ടുള്ള കൊച്ചുമക്കളുണ്ട്, മുതിർന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ സെന്റ് ജോസഫ് കുടുംബ യൂണിറ്റിന്റെ വാർഷികാഘോഷവും വിശുദ്ധ യോസേപ്പിതാവിന്റെ തിരുനാളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ സന്തോഷവേളയിൽ നിങ്ങൾക്കേവർക്കും ഈ തിരുനാളിന്റെയും വാർഷികാഘോഷത്തിന്റെയും എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. മറ്റ് കുടുംബാംഗങ്ങളെ ഒറ്റവാക്കിൽ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. നമ്മുടെ കൂട്ടായ്മയുടെ ഈ വാർഷികാഘോഷത്തിന്റെ ആദ്യമേ തന്നെ ആശംസകൾ നേരുകയാണ്. കേരള കാർഷിക സർവകലാശാലയിൽ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തൊഴിലാളികളുടെ നിർത്തലാക്കിയ ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ക്ലാസ് 4 നിയമനം നടത്തുക, കാലങ്ങളായ കേഷൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങി മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഓഗസ്റ്റ് 1 കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്ന ജനറൽ കൌൺസിൽ യോഗത്തിന്റെ മുൻപിലേക്ക് തൊഴിലാളികൾ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായിട്ടാണ് ഇന്ന് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. തൃശൂരിൽ മണ്ണുത്തി യൂണിറ്റിലും വെള്ളാനിക്കരയിലും നടന്ന പ്രതിഷേധ ധർണ ഫാം വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. AITUC സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് അധ്യക്ഷനായി. ഫിറോസ് ഫ്രാൻസിസ്, സിജോ, രജനി, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു.
ഉടൻ തന്നെ പണി കഴിപ്പിക്കൂ. ഇൻക്ലാബ് സിന്ദാബാദ്. തൊഴിലാളികളുടെ ഫയലുകൾ കാലതാമസം വരുത്താതെ ഉടൻ തന്നെ നടപ്പിലാക്കൂ. ഇൻക്ലാബ് സിന്ദാബാദ്. തൊഴിലാളിക്കം സിന്ദാബാദ്. സംയുക്ത സമരം സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി. തൊഴിലാളികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി ഉടൻ തന്നെ നടപ്പിലാക്കൂ. ഉടൻ തന്നെ നടപ്പിലാക്കൂ. ഇൻക്ലാബ് സിന്ദാബാദ്. സംയുക്ത സമരം സിന്ദാബാദ്. വെട്ടുകാട് ജനോദയ വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗായിക എസ് ജാനകിയമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സംഗീതാധ്യാപകനും ഗായകനുമായ ബേബി ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി ചെയർപേഴ്സൺ PG ഷീല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ രഞ്ജിനി സുനിൽ, ലൈബ്രറിയൻ MS ശരത്, വായനശാല പ്രസിഡന്റ് KN ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല പരിധിയിലെ പ്രാദേശിക ഗായകരെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പരിപാടിയിൽ 21ഓളം ഗാനങ്ങൾ ആലപിച്ചു. വായനശാല പരിധിയിലെ മികച്ച ഗായകരെ കണ്ടെത്തുന്നതിനും അവർക്ക് പാടുന്നതിന് അവസരമൊരുക്കുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും വരും വർഷങ്ങളിലും ഇതിലും മികച്ച രീതിയിൽ പരിപാടി സംഘടിപ്പിക്കുവാൻ എല്ലാവരുടെയും സഹകരണമുണ്ടാകണമെന്നും വായനശാല ഭാരവാഹികൾ അറിയിച്ചു. ആലാപന ശൈലിയുള്ള നമ്മുടെ ജാനകിയമ്മ വേർപെട്ടുപോയ വേദന നമുക്ക് ഒരിക്കലും നമ്മുടെ എന്താ പറയുക ജീവനോട് അടുത്തോളം കാലം നമുക്ക് മറക്കാൻ പറ്റില്ല. അത്ര മഹത്തരമായിരുന്നു ആ മഹാനുഭാവയുടെ സംഗീതം. ജാനകിയമെന്ന് പറയുമ്പോൾ അടിയന് വീട്ടിന് ഭാഗ്യം. അടിയൻ 1980 യേശുദാസാറിന്റെ ശിഷ്യനായിട്ട് തിരുവനന്തപുരത്ത് സംഗീത കോളേജിൽ തരങ്കടിയിൽ അവിടെ ചെന്ന് സംഗീത പഠനം ആരംഭിക്കുന്നത്. അന്ന് മുതൽ ജാനകിയമ്മ സ്റ്റുഡിയോയിൽ വരും, അപ്പാദികളോട് നമസ്കരിക്കും. ഗുരുനാഥനെ അമ്മ ഒരേപോലെ അപ്പാദാരവിധികൾ നമസ്കരിക്കാനും അവരുടെ ഗാനങ്ങൾ കേൾക്കാനും റെക്കോർഡിങ്ങുകൾ കാണാനും അസ്നേഹമായപ്പോഴൊക്കെ ഒരു ഭാഗ്യം ലഭിച്ചതാണ് അടിയൻ. അത് ഒരിക്കലും എൻ്റെ കഴിവല്ല, എൻ്റെ പൂർവ്വജന്മം സുഹൃതം പറയുന്നു. കാരണന്മാരുടെ എൻ്റെ യോഗ്യതയല്ല, എൻ്റെ യോഗ്യത എനിക്കുണ്ടില്ലതാണ്. പക്ഷെ എങ്ങനെയോ വന്ന് ഭവിച്ചു. അപ്പൊ അത് എന്താ പറയാ, ഇത്രയും എളിമയും വിലയും ലോകത്തിന്റെ ഇപ്പൊ നമ്മള് രണ്ടുപേരും, അദ്ദേഹം ഗാനഗന്ധർവൻ എന്ന് പറയും, 3 വയസ്സിന് മൂത്താണ് ജാനകിയമ്മ. അപ്പോ ഈ ഇത്രയും പ്രായം ഈ ജാനകിയമ്മ പോലും ദാസാറിന്റെ അവിടെ അത്രമാത്രം എന്താ പറയാ, പ്രാവശ്യം പറയും എനിക്ക് ഭ്രാന്തായിരുന്നു ദാസന്റെ ശബ്ദം കേട്ട് പറയാണ്. അപ്പോ എന്താ പറയാ, ഈ കലാകാരി നമുക്ക് എപ്പോഴും നമ്മുടെ കേരളത്തിന് വളരെ അഭിമാനമാണ്. കാരണം തെലുങ്ക് ഭാഷ, തെലുങ്കുകാരിയാണ് ജാനകിയമ്മ. ഇവിടെ മലയാളത്തിൽ വന്ന് മലയാളികളെക്കാൾ കൂടുതൽ ഉച്ചാരണ ശുദ്ധിയോടും ഭാവത്തോടും കൂടി നമ്മുടെ സകല മേഖലകളിലും, സിനിമാ ഗാനങ്ങളും, ഭക്തിഗാന മേഖല, ലളിതഗാന മേഖല, അങ്ങനെ സകല മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ച ഒരു മഹാനുഭാവയാണ് ജാനകിയമ്മ.
ഇനിയൊരു ഇടവേള. സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. നടത്തറ പഞ്ചായത്തിലെ കബഡി അക്കാദമിക് ഇരവിമംഗലത്തെ രുചി കാറ്ററിംഗ് സർവീസ് ജേഴ്സികൾ കൈമാറി. ജേഴ്സി വിതരണവും പ്രകാശനവും നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ജോബി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. നടത്തറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അഭിലാഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജേഴ്സി സ്പോൺസർ ചെയ്ത രുചി കാറ്ററിംഗ് ഉടമ രതിൻ പാലന്തല, നടത്തറ കബഡി അക്കാദമി ചീഫ് കോച്ച് ഡോക്ടർ സുധീർ രാമചന്ദ്രൻ, നടത്തറ കബഡി അക്കാദമി പരിശീലകരായ സംഗീത് പി ആർ, രഞ്ജിത്ത്, പവർ ലിഫ്റ്റിംഗ് ഇന്റർനാഷണൽ താരം കിരൺ, നടത്തറ കബഡി അക്കാദമി എക്സിക്യൂട്ടീവ് അംഗവും കോച്ചുമായ പി എസ് അമൽ തുടങ്ങിയവർ സംസാരിച്ചു. സൗജന്യ കോച്ചിംഗ് ക്യാമ്പിൽ 50ഓളം കുട്ടികൾ വിവിധ കാറ്റഗറികളിലായി പരിശീലനം നടത്തിവരുന്നുണ്ട്. വേതനം വാങ്ങാതെ മികച്ച രീതിയിൽ മുടക്കമില്ലാതെ കബഡി പരിശീലനം കൊടുക്കുന്ന പരിശീലകരെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. ഓണത്തിന് മഞ്ഞക്കാട് ഉടമകൾക്ക് ഓഗസ്റ്റ് 10 മുതൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യും. ഇതിനായി 53 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഓഗസ്റ്റ് 10 മുതൽ വിതരണം ആരംഭിക്കും. ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25-നകം പൂർത്തിയാക്കും. 2026 ജൂണിലെ
കണക്ക് പ്രകാരം ആകെ 6,09,305 കിറ്റുകളാണ് വേണ്ടത്. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റ് ഒന്നിനെ ഉദ്ദേശം 854 രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോ ഈ വർഷം 3 ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും 11 ജില്ലകളിൽ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും. തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ നടത്തും. 11 ജില്ലകളിൽ ഓണം ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 16 മുതൽ 25 വരെയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുവാനും ഉള്ള ബഡ്ജറ്റ് വിഹിതം അടിയന്തരമായി അനുവദിക്കുന്നതിനും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത്. 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ തുക കുറവ് വരുത്തിയത് പുനഃസ്ഥാപിക്കേണ്ടത് സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണത്തിന് അത്യന്താപേക്ഷിതമായതിനാൽ സംസ്ഥാന സർക്കാരിനോട് പുനഃസ്ഥാപിക്കുവാനും അടിയന്തരമായി അനുവദിക്കുവാനും ഭരണപക്ഷ പ്രതിപക്ഷം ഐക്യകണ്ഠ്യേന ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രമേയം പാസാക്കി. നിലവിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യനീതി, ഭിന്നശേഷി വിഷയത്തിലും വയോജനക്ഷേമം, വനിതാക്ഷേമം, ഭിന്നശേഷിക്കാരുടെ സ്കോളർഷിപ്പ്, പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകളും ഡയാലിസിസ് അടക്കം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ പൂർണ്ണമായും ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയാണ്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രം പദ്ധതി ഇനത്തിൽ 1,34,78,000 രൂപയുടെ കുറവാണ് വന്നിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നോട്ടുപോക്ക് വലിയ പ്രതിസന്ധിയിൽ തുടരുന്നു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പുത്തൂർ ഡിവിഷൻ മെമ്പർ അഖിൽ PS പ്രമേയം അവതരിപ്പിച്ചു. PR സുരേഷ് ബാബു പിന്താങ്ങി. പടിഞ്ഞാറെ വെള്ളാനിക്കര ഗ്രാമീണ വായനശാല S ജാനകി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ലില്ലി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി അനൗൺസറായിരുന്ന M തങ്കമണി മുഖ്യാതിഥിയായിരുന്നു. വായനശാല സെക്രട്ടറി CY ജോയ് സ്വാഗതവും സുകുമാരൻ നന്ദിയും പറഞ്ഞു. വായനശാല പ്രസിഡന്റ് EG സുരേഷ് അധ്യക്ഷനായി. തുടർന്ന് വോയിസ് ഓഫ് മെലഡി ജാനകിയമ്മയുടെ പാട്ടുകൾ അവതരിപ്പിച്ചു. ഒരു പാട്ട് ചിങ്കാരവേദനെ എന്ന് പറഞ്ഞൊരു പാട്ട്, അത് എന്തൊരു ഉച്ചസ്ഥായിയിലും പിന്നെ അതിനോടൊപ്പം വായിക്കുന്ന ആ നാഗസ്വര വിദ്വാന്റെ നാഗസ്വരം വായിച്ചിരുന്ന ഇതുപോലെ പേര് അങ്ങനെ ആ പാട്ടോട് കൂടിയിട്ടാണ്. അത് തമിഴ്നാട്ടിന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലും ആ പാട്ട് വളരെയധികം ഏത് ഭാഷയിൽ പാടിയാലും ആ ഭാഷയുടെ കൂടുതലാണ് അവരുടെ പാട്ടുകളിൽ, അവരുടെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. വായനശാലയുടെ പ്രധാനപ്പെട്ട വായനശാലയായിട്ട് സ്നേഹിക്കുന്ന ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പേരിൽ സ്വാഗതം പറയുന്നു. ഇന്നിവിടെ അധ്യക്ഷത വഹിക്കുന്ന വായനശാലയുടെ പ്രസിഡൻ്റായിട്ടുള്ള സുരേഷ്, സെക്രട്ടറി ജോയ്, ഇതിലെല്ലാത്തിനും ഉപരിയായി വേദിയിലിരിക്കുന്ന ശബ്ദം കൊണ്ട് റേഡിയോയിലൂടെ നമ്മളെയൊക്കെ അമ്പരിപ്പിച്ചിട്ടുള്ള തങ്കമണി മാം, വായനശാലയിലെ കമ്മിറ്റി അംഗമായിട്ടുള്ള പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള തുളസി, വേദിയിലിരിക്കുന്ന പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സാവിത്രേച്ചി, ഏറ്റവും അല്പം സംസാരിക്കാം. എനിക്ക് മരിച്ചു എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ വേദന എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ ആ രാത്രി മുഴുവൻ TV കണ്ടിട്ടും അവരെക്കുറിച്ച് ഓർത്തിട്ടും എൻ്റെ മനസ്സിൽ വളരെയധികം ഭാരമായിരുന്നു. എന്താണ് എനിക്ക് അവർ എസ് ജാനകി അല്ലെങ്കിൽ എസ് ജാനകി അമ്മ എന്ന വ്യക്തി എനിക്ക് ചേച്ചിയായിരുന്നു, അമ്മയായിരുന്നു, എല്ലാമായിരുന്നു. അവർ സിനിമാ രീതിയിലേക്ക് വന്നു ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞു
അറിയില്ല മേഡം. അത് ഇവിടെ പറഞ്ഞു, ഞാൻ അതുകൊണ്ടൊന്നല്ല, എനിക്ക് അവര് എന്തായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയണത്. തുല്യമായ വൈഭവം സംഗീത ലോകത്തിന് അർപ്പിച്ച് നമ്മുടെ മനസ്സിൽ എന്നും അഖില കേരള എഴുത്തച്ഛൻ സമാജം വെള്ളാനിക്കര ശാഖയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണം നടത്തി. ശാഖാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ VG അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി VS ഗോപി ഭദ്രദീപം തെളിയിച്ചു. സെക്രട്ടറി AK ഉണ്ണികൃഷ്ണൻ, MK മുരളീധരൻ, സുരേഷ് VG, രാമചന്ദ്രൻ മടത്തിപ്പറമ്പിൽ, വാസുദേവൻ PN, രദ്യ ഗോപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പീച്ചി അപകടാവസ്ഥയിലായ പീച്ചി ജലശുദ്ധീകരണശാല കെട്ടിടം ബലപ്പെടുത്തുന്നതിനും 1.36 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി K രാജൻ MLA അറിയിച്ചു. പീച്ചിയിൽ നിന്നും ചെമ്പൂക്കാവിലെ ടാങ്കിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന 36 MLD പ്ലാന്റിന്റെ നവീകരണത്തിനാണ് പണം അനുവദിച്ചത്. ജലശുദ്ധീകരണശാലയുടെ അപകടസ്ഥിതി മാധ്യമങ്ങൾ നൽകിയ വാർത്തയിലൂടെയാണ് അധികൃതർക്ക് മുന്നിലെത്തിയത്. ഉടൻ K രാജൻ MLAയും ജല അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിയുമായി വിഷയം ചർച്ച നടത്തി. ഇവിടെ 20ഓളം ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. കെട്ടിടം ശോചനീയാവസ്ഥയിലായതിനാൽ ജോലിക്ക് ശേഷം സ്ഥലത്ത് തങ്ങരുതെന്ന് ആവശ്യപ്പെട്ട് AE ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. K രാജൻ MLAയെ കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പാണച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മീനു വർഗീസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മാത്യു നയനാൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സീന വർഗീസ്, വിനോദ് തേനംപറമ്പിൽ, സന്ധ്യ ഷാജി തുടങ്ങിയവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. മന്ത്രിക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകിയിരുന്നു. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തയിലേക്ക്. കൊറിയർ സർവീസ് വഴി മയക്കുമരുന്ന് കടത്ത് 6 കിലോ 50 ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിൽ പ്രധാന പ്രതിയെ തൊടുപുഴയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കൊറിയർ പാർസൽ സർവീസുകളുടെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മകൾ രൂപീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പന നടത്തിവന്ന സംഘത്തിനെ 6 കിലോ 50 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയ കേസിൽ ഇവർക്ക് കഞ്ചാവ് അയച്ചുകൊടുത്ത പ്രധാന പ്രതിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി തൊടുപുഴ ഒളമറ്റം സ്വദേശി ചെറ്റാരിക്കൽ വീട്ടിൽ അലൻ മാത്യു ആണ് പിടിയിലായത്.
വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 6 കിലോ 50 ഗ്രാം കഞ്ചാവുമായി ചാലക്കുടി മുഞ്ഞേലി അബ്ബൂക്കൻ വീട്ടിൽ ജിത്തു വർഗീസ്, തിരുത്തിപ്പറമ്പ് ചില്ലായി വീട്ടിൽ ഷൈൻ ഷിജു എന്നിവരെ റിമാൻഡ് ചെയ്തിരുന്നു. എങ്ങണ്ടിയൂർ പൂക്കുളങ്ങര സ്വദേശി വടക്കുംചേരി വീട്ടിൽ വിദേവ് എന്നയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഇയാൾ ധരിച്ചിരുന്ന സ്വർണമാല കവർച്ച ചെയ്ത സംഭവത്തിന് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ബീച്ച് സ്വദേശി വിളക്കുംപറമ്പിൽ വീട്ടിൽ അമീർ, ഗണേശമംഗലം MLA വളവ് സ്വദേശി പടിഞ്ഞാറെ വീട്ടിൽ ഫഹദ്, വാടാനപ്പള്ളി ബീച്ച് സ്വദേശി രായമരക്കാർ വീട്ടിൽ നിഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. അമീർ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടി കേസിൽ പ്രതിയാണ്. ഫഹദ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടി കേസിൽ പ്രതിയാണ്. നിഷാദ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടി കേസിൽ പ്രതിയുമാണ്. ഫിറ്റ്നസ് സെന്ററിന്റെ മറവിൽ കൊറിയർ പാഴ്സൽ വഴി വൻ മയക്കുമരുന്ന് വിൽപ്പന. നെടുപുഴ സ്വദേശിയായ ഫിറ്റ്നസ് ട്രെയിനറും കൊലപാതക കേസിൽ ഉൾപ്പെട്ട ഇതര സംസ്ഥാന കൂട്ടാളിയും പിടിയിൽ. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നടത്തുന്ന വിവ ഫിറ്റ്നസ് സെന്ററും അതിന്റെ അനുബന്ധ സാധനങ്ങളും വിൽക്കുന്ന പ്രോട്ടീൻ മാൾ എന്ന സ്ഥാപനവും നടത്തുന്ന നെടുപുഴ തിക്കുമുറി വാകയിൽ വീട്ടിൽ വിഷ്ണുവും സ്ഥാപനത്തിലെ ജീവനക്കാരനും സഹായിയുമായ എറണാകുളം കാലടി സ്റ്റേഷനിൽ കൊലപാതക കേസിൽ ഉൾപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളി അസാം സ്വദേശി പ്രജാൾ ഗോഗോയ് എന്നയാളെയുമാണ് തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെയും ഈസ്റ്റ് പോലീസിന്റെയും പിടിയിലായത്. പട്ടിക്കാട് PV യോഹന്നാൻ പ്ലാച്ചേരി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. ഭാര്യ അന്നമ്മ, മക്കൾ സന്തോഷ്, അഭിലാഷ്, മരുമക്കൾ ലിനു, ജിൽസെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറ്റിപ്പുറത്ത് കഴിഞ്ഞ ദിവസം നടന്ന സ്വകാര്യ ബസ് അപകടം ഗൗരവതരമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ സീരിയസ് ഇമർഷൻ സൈറ്റായി മാറ്റുന്നതിന്റെ ഭാഗമായി നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ടീം അംഗങ്ങൾ നടത്തറ പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. CMPയുടെ 41ാമത് ജന്മവാർഷിക ദിനാചരണ സംസ്ഥാന കൺവെൻഷൻ തൃശൂരിൽ മന്ത്രി CP ജോർജ് ഉദ്ഘാടനം ചെയ്തു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ പുന്നമ്പറമ്പ് സെന്റ് ജോസഫ് കുടുംബ കൂട്ടായ്മ വാർഷികം ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.